ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഓരോ ക്രിയേറ്ററും വളരെയധികം ടെൻഷനോടെ നോക്കിക്കണ്ടിരുന്ന ഒരു ഡേറ്റ് ആണ് ജൂലൈ 15. ഇപ്പം ആ ഒരു ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ കട്ടാകുമോ എന്നുള്ള ടെൻഷനായിരുന്നു ഓരോ ക്രിയേറ്റർക്കും. യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ജൂലൈ 15 മുതലാണ് അത് എനേബിൾ ആകുന്നത് എന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ജൂലൈ 15 എന്നുള്ളൊരു സ്പെസിഫിക് ഡേറ്റ് എല്ലാ ക്രിയേറ്റേഴ്സും വളരെയധികം ടെൻഷനോടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡേറ്റ് അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല, യൂട്യൂബ് ഇതുവരെ ഒന്നും ഒരു മെയിലും അയച്ചിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ല, ഇപ്പോഴും ഡോളർ കാണിക്കുന്നുണ്ട്, പരസ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ചാനൽ സേഫ് അല്ലേ? കാരണം ജൂലൈ 15 ഈ ഒരു അപ്ഡേറ്റ് വന്നു, എന്നിട്ടും ഞങ്ങളുടെ ചാനലിന് യാതൊരു റൂൾ വയലേഷനും കണ്ടെത്താത്തത് കൊണ്ട് ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ചാനൽ സേഫ് ആണ് എന്ന് ഞങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ? അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പൊക്കൂടെ? ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ മുന്നോട്ട് പൊക്കൂടെ എന്നുള്ളതാണ്. അപ്പൊ ഇത് ടെൻഷൻ ആകുന്നത് പലരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ തൊട്ട് മുമ്പേയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ യുണീക്ക് ആയിട്ടുള്ള ഒറിജിനൽ കണ്ടന്റ് അല്ലാത്ത ചില പ്രത്യേകത, അത് നിങ്ങൾക്കറിയാലോ, റിയാക്ഷൻ വീഡിയോ ആയാലും ട്രോൾ ആയാലും പല രീതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ ഒരു വ്ളോഗ് പോലെ ചെയ്യുന്നവരെ ഇത് ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂലൈ 15 ശേഷം നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ല, മോണിറ്റൈസേഷൻ ഒരു കുഴപ്പം ഇല്ല എങ്കിൽ ഇനി അങ്ങോട്ട് സേഫ് ആണോ എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്, ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ യൂട്യൂബ് ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാനൊരു ഡൗട്ട് പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു. അപ്പം ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ഈ ഒരു സ്പെസിഫിക് ഡേറ്റ് ജൂലൈ 15 എന്നുള്ള ആ ഒരു ഡേറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടും ഈ ഒരു അപ്ഡേറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടുമാണ് നമ്മൾ അവരുമായിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ സ്വാഭാവികം നമുക്കറിയാം, യൂട്യൂബ് ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ ഏത് കാര്യത്തിനാണെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ റീയൂസ്ഡ് പ്രോബ്ലം ആണെങ്കിൽ അവർ ജനറൽ ആയിട്ടുള്ള ഒരു റൂൾ വയലേഷനെ പറഞ്ഞു തരൂ. അതുപോലെ റിപ്പീറ്റേറ്റീവ്, മാസ് പ്രൊഡ്യൂസർ, എന്തോ ആയിക്കോട്ടെ, അവർ ഇന്ന കണ്ടന്റിനാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊന്നും അവർ പറഞ്ഞു തരില്ല. അങ്ങനത്തെ കാര്യത്തിലൊന്നും അവർ അഭിപ്രായം പറയില്ല. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ഡേറ്റും ഈ ഒരു മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ജൂലൈ 15 എന്നുള്ളത് ഞങ്ങളൊരു ഡേറ്റ് പറഞ്ഞു, ശരിയാണ്. പക്ഷെ അതിന്റെ മുന്നേ തന്നെ ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ജൂലൈ 15 എന്നുള്ള ഡേറ്റ് നമ്മൾ വളരെയധികം ടെൻഷനോടെ നോക്കി കണ്ടിരുന്നെങ്കിൽ അതിന് മുന്നേ തന്നെ യൂട്യൂബ് ഈ ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ജൂലൈ 15 യൂട്യൂബ് നമ്മുടെ ചാനലിന്റെ ആ ഒരു പോളിസി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഇല്ലാത്ത ചാനലിനൊക്കെ മോണിറ്റൈസേഷൻ ഇനി മുതൽ നഷ്ടമാകും എന്നുള്ളത്. അത് ആ ഒരു ഡേറ്റ് കഴിഞ്ഞ പിന്നെ സേഫ് ആണ് എന്ന് നിങ്ങൾ കരുതണ്ട. യൂട്യൂബ് പറയുന്നത് ഓരോ ഗ്യാപ്പുകളിലും യൂട്യൂബ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. യൂട്യൂബ് ജൂലൈ 15 എന്നുള്ള ഒരു ഡേറ്റ് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇതിന് മുന്നേയും അങ്ങനെ തന്നെയാണ്. അതിപ്പോ എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂലൈ 15 മുന്നേയും നമുക്ക് ഈ AI ഉപയോഗിച്ചിട്ടുള്ള ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ അവർ നമ്മളോട്, അതായത് ആ ഒരു യൂട്യൂബർ പറയുന്നത്, അല്ല ജൂലൈ 15 മുതലല്ലേ AI അപ്ഡേറ്റ് വരുന്നത്, എനിക്കത് 14-ാം തീയതി അല്ലേ പോയത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് ഒരുപാട് അപ്പീൽ കൊടുക്കാൻ ഹെൽപ്പ് ചോദിച്ചിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 15 മുന്നേ. 15 ശേഷവും അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ യൂട്യൂബ് ടീം നമ്മളോട് പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ഈ ഒരു മാസ് പ്രൊഡ്യൂസഡ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ഈ ഒരു റീയൂസ്ഡ് കണ്ടന്റ്, റിയാക്ഷന്റെ വീഡിയോ, ട്രോൾ വീഡിയോസിന് ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ നോക്കിയിരുന്ന കണ്ടന്റ്, ഇവർക്കൊക്കെ ജൂലൈ 15 ശേഷമല്ല മോണിറ്റൈസേഷൻ നഷ്ടമായി തുടങ്ങിയത്, അതിന് മുന്നേ ഇത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കൊരു പക്ഷെ ഒരു ചാനൽ ഉള്ളത് കൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് ഇതിന് മുന്നേ തന്നെ ഒരുപാട് ആളുകളുടെ മോണിറ്റൈസേഷൻ ക്യാൻസൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ജൂലൈ 15 ശേഷം നമ്മുടെ ചാനൽ സേഫ് ആണ്,
മോണിറ്റൈസേഷന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതേണ്ടത് യൂട്യൂബിൽ അപ്പൊ നമ്മുടെ ആ ഒരു റൂൾ വയലേഷൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതല്ലാതെ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ എന്തെങ്കിലും റൂൾ വയലേഷൻ നമുക്കറിയാം അത് ചെയ്തത് ശരിയല്ല, റൂൾ വയലേഷൻ ആണ്, പക്ഷെ യൂട്യൂബ് കണ്ടെത്തിയിട്ടില്ല, അപ്പൊ നമ്മൾ സേഫ് ആണ്, ഇനി അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അത് നിങ്ങളുടെ ഒരു ഭാഗ്യം മാത്രമാണ്, ലക്ക് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു ഒരു അവരുടെ ഒരു പ്രോഗ്രാം ആണ്, പ്രോഗ്രാമിങ്ങിലൂടെ അവരത് ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ, അതിലൂടെയാണ് അവരത് കണ്ടെത്തുന്നത്. റീയൂസ്ഡ് ആയാലും അല്ലെങ്കിൽ റൂൾ വയലേഷൻ ആയാലും എന്ത് കാര്യമായാലും ഒരു ഒരു വർക്കേഴ്സ്, കുറെ ഹ്യൂമൻ ആളുകൾ ഇരുന്നിട്ട് ഇത് കണ്ടെത്തുകയല്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല വയലേഷനുകളും ഒരുപക്ഷെ അവര് കാണുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവര് ആ ഒരു പ്രോഗ്രാമിൽ മാച്ചായിട്ട് വരുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതിലൊരു എന്തെങ്കിലും ഒരു മീറ്റർ വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മളൊരു ചെക്കിങ്, നമ്മൾ പോലീസ് ചെക്കിങ് ഹെൽമെറ്റ് ധരിച്ചു പോകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, റൂൾ വയലേഷൻ ആണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ റോഡിലൂടെ അത് ഇറങ്ങി ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളെ പോലീസ് പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നമ്മൾ ഹെൽമെറ്റ് വെക്കൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂളാണ്. പക്ഷെ അത് വെച്ചിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കും, ഫൈൻ ഉണ്ടാവും എന്ന് പറയാം. പക്ഷെ എല്ലാ ദിവസവും പിടിക്കുന്നുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ യൂട്യൂബിന്റെ ഈ ഒരു കാര്യം. ജൂലൈ 15 ശേഷം നിങ്ങൾ ഇതുപോലെയുള്ള റൂൾ വയലേഷൻ വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ നഷ്ടമായിട്ടില്ല എങ്കിൽ നിങ്ങൾ സേഫ് ആണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. യൂട്യൂബ് അതിന് ഇനിയും ഈ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അവരതാണ് ഈ ഒരു സ്ട്രിക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിലവിലുള്ള റൂളുകൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പേർക്ക് ഈ ഒരു മാസ് പ്രൊഡ്യൂസഡ് അതല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ജൂലൈ 15 മുന്നേ തന്നെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജൂലൈ 15 കഴിഞ്ഞു, ആ ഒരു ഡേറ്റ് കഴിഞ്ഞു, അപ്പൊ ഇനി കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ നിങ്ങളുടെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാനൽ ഇപ്പോഴും നിങ്ങളുടെ ചാനൽ സേഫ് ആണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇനിയും ആ റൂൾ വയലേഷൻ ചെയ്യേണ്ട. യൂട്യൂബിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യാതെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒറിജിനൽ കണ്ടന്റ് ചെയ്ത് ആ മോണിറ്റൈസേഷൻ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേർ ഇനിയും ഈ ഒരു പ്രശ്നത്തിൽ പെട്ട് ചാനൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ചാനൽ അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, യൂട്യൂബ് ജൂലൈ 15 എന്നുള്ളൊരു ഡേറ്റിന് മാത്രമേ നോക്കുകയുള്ളൂ, ഇനി അങ്ങോട്ട് നോക്കില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. യൂട്യൂബ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അപ്പീൽ ഓപ്ഷൻ കൊണ്ടുവന്നത്. യൂട്യൂബ് ഈ ഒരു ചെക്കിങ് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കി. അതിൽ തന്നെ യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള ചാനൽ പോലും ഇതിൽ പെടാമെന്ന് പെട്ടിരിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് എന്ത് ചെയ്തു, അപ്പീൽ ഓപ്ഷൻ തന്നു. ശേഷം യൂട്യൂബ് എന്ത് ചെയ്തു, ആ അപ്പീൽ ഓപ്ഷന് മോണിറ്റൈസേഷൻ കട്ടായ ശേഷമായിരുന്നു നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നത്. യൂട്യൂബ് അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, ഒരാഴ്ച മുന്നേ നമ്മൾ അറിയിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല, ഘട്ടം ഘട്ടമായിട്ട് യൂട്യൂബ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ യൂട്യൂബ് ഒരു കരിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് വീഡിയോ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതും അതുതന്നെയാണ്. അതല്ലെങ്കിൽ നിങ്ങളൊരു കൈവിട്ട കളിയാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ സ്വയം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ഏത് നിമിഷവും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളത് സ്വയം ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ടെൻഷനും വിഷമമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നിങ്ങളുടെയൊക്കെ ചാനൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റ് ഇതുപോലെയുള്ള നെഗറ്റീവായിട്ട് വന്നാലും നമുക്കൊക്കെ യൂട്യൂബിൽ പിടിച്ച് എന്താ പറയുക മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ച് വീഡിയോസ് ചെയ്യണം എന്നുള്ളതാണ്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.